ഈ ഒരു ദുപ്പട്ട കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ വീണ്ടും ഇതിൻ്റെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കളക്ഷൻസ്. നമ്മൾ അധികം ദിവസമൊന്നും ആയില്ല, എനിക്ക് തോന്നുന്നു 2 വീക്സ് മുന്നേ നമ്മളിതിൻ്റെ വേറെ കുറച്ച് പ്രിൻറ്റഡ് ഷെയ്ഡ്സൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ കുറേ പേർക്കൊക്കെ കിട്ടാത്തതുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ അടുത്ത ഷെയ്ഡ്സ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രിൻറ്റ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ബ്ലൂവിലും ബ്ലാക്കിലും പിന്നെ ഒരു പേർപ്പിൾ വൈൻ എന്ന് പറയാം, അങ്ങനത്തെ ഒരു കുറച്ച് എന്താ പേർപ്പിൾ അല്ല, ഒരു വൈൻ മിക്സ് വരുന്ന അങ്ങനത്തെ 3 ഷെയ്ഡ്സിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് ഓപ്പൺ ചെയ്ത് തന്നെ കാണിക്കാം. കാരണം പ്രിൻറ്റിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് തന്നെ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് കംപ്ലീറ്റ്ലി ബാട്ടിക് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുണ്ട്. ഫസ്റ്റ് വരുന്നത് ഇതുപോലെ കംപ്ലീറ്റ്ലി ബാട്ടിക് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. സെയിം പ്രൈസ് തന്നെ 490 കേട്ടോ. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് കാണിക്കാം. നെക്സ്റ്റ് വരുന്നതും ഇതുപോലെ തന്നെ ബാട്ടിക്കിൻ്റെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. അതുകൊണ്ട് ഇതാണ് നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത്. ബാട്ടിക്കിൻ്റെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റ്. ഇനി അടുത്തത് വരുന്നത് ഇതുപോലൊരു മീൻസ് ബാട്ടിക്കിൽ തന്നെ ഒരു ലൈൻസ് ടൈപ്പിലൊരു സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ. ഇൻഡിഗോ വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് ടാസൽസ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലെ ടാസൽസ് ആണ്. വേണ്ട അടുത്ത ഈ ഒരു പ്രിൻറ്റ്. അപ്പം ഇൻഡിഗോയിൽ കംപ്ലീറ്റ്ലി നമ്മളൊരു ബോർഡർ അല്ല, ഒരു ഫുൾ പ്രിൻറ്റഡ് സ്റ്റൈലാണ് ഇൻഡിഗോയുടെ കളേഴ്സിൽ നമ്മൾ പ്രിൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്തത് ബ്ലാക്കിൽ ഇതുപോലൊരു ജിയോമെട്രിക്കൽ സ്റ്റൈൽ, ഇതുകൂടെ ഒന്ന് കറക്റ്റ് ബ്ലാക്കിൽ നമ്മൾ റെഡ് ടാസൽസ് കൊടുത്തിട്ട് ഇതുപോലൊരു ജിയോമെട്രിക്കൽ ഫിനിഷിൽ വരുന്ന പ്രിൻ്റാണ്. ഈ ഒരു പ്രിൻ്റൊന്നും അല്ല കേട്ടോ, നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള വേറെ പ്രിൻ്റാണ്. അപ്പം പുതിയ പ്രിൻ്റ് വേണ്ടവർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. കാരണം ഈ ഒരു ദുപ്പട്ട നമുക്ക് എത്ര കിട്ടിയാലും മീൻസ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. നമുക്ക് പ്ലെയിൻ ടോപ്സിൻ്റെ കൂടെ ആണെങ്കിലും അല്ല നമുക്ക് സിംഗിൾ ഷെയ്ഡ്സിൽ വരുന്ന വൈറ്റ് ഓഫ് വൈറ്റ് കളക്ഷൻസിൻ്റെ കൂടെ ആണെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ്. അടുത്തതും ബ്ലാക്കിൽ തന്നെ ഒരു കോൺട്രാസ്റ്റ് ടാസൽസ്, റെഡ് ടാസൽസ് കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഡബിൾ പ്രിൻറ്റഡ് ടൈപ്പിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇനി അടുത്തത് വരുന്നത് ബ്ലാക്കിൽ തന്നെ ഇതുപോലൊരു 6 സ്റ്റൈലിൽ ഇതുപോലൊരു കംപ്ലീറ്റ് പ്രിൻറ്റഡ് സ്റ്റൈലിൽ വരുന്നൊരു പാറ്റേൺ. സെയിം പ്രൈസ് 490 തന്നെയാണ്. ഇനി അടുത്തത് ബ്ലാക്കിൽ ചെറിയൊരു ബാട്ടിക് സ്റ്റൈലിങ്ങും കൂടി ഫിനിഷ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ഇതാണ് നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത്. ഇനി അടുത്തത് വരുന്നതെന്ന് പറയുന്ന ഒരു വൈൻ ഷെയ്ഡിൽ വരുന്നൊരു പാറ്റേൺ ആണ്. ഇത് വരുമ്പോഴത്തേക്കും ഒരു ബോർഡറിങ് സ്റ്റൈലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ബോർഡറിങ് സ്റ്റൈൽ ഇതുപോലെ മാംഗോ ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റ് 490. ഇതിൽ നമ്മൾ കോൺട്രാസ്റ്റ് ആ ഒരു ടാസൽസ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ടാസൽസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത്. ഇതൊക്കെ ഓഫ് വൈറ്റിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും. ഓഫ് വൈറ്റ് വേണ്ട, നിങ്ങൾ ജോർജറ്റിൻ്റെ കൂടെ ഒക്കെ, അതായത് പ്ലെയിൻ ബ്ലാക്ക് ജോർജറ്റിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും പെയർ ചെയ്താൽ നമുക്ക് നല്ല സെറ്റായിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഇതാണ് നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത്. ഈ വിസ്കോസ് ഫാബ്രിക്കിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേവറേറ്റാണ്. നമുക്കിതിൻ്റെ സെറ്റ് വന്നാലും സാരീസ് വന്നാലും പിന്നെ ദുപ്പട്ട ഒരു ബഡ്ജറ്റഡ് റേഞ്ചിൽ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും പിക്ക് ചെയ്യാറുണ്ട്. ഇതാണ് നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത്. ഇനി ഫൈനലി ഈ ഒരു പ്രിൻറ്റ്, ഇതാണ് ഫൈനൽ പ്രിൻറ്റ് വരുന്നത്. സോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്